ഗായ്സ്, നമ്മളിപ്പം ബാംഗ്ലൂർ ഹൈവേ എത്തി. അതിന് 145 കിലോമീറ്റർ 145 കിലോമീറ്റർ നേരെ വിടണം. അപ്പം ബാംഗ്ലൂർ ടൗണിൽ എത്തിയിട്ട് കാണിച്ചില്ല, കുറച്ചും കൂടി അങ്ങോട്ട് എത്തി നമ്മൾ ഹൈവേൻ്റെ ഹൈലൈറ്റ്സ് എല്ലാം കാണിച്ചത് കേട്ടോ. छेड़ो हमें हम सताए हुए हैं, बहुत जख्म सीने पे खाए हुए हैं, सितमगर हो तुम खूब पहचानते हैं। പറഞ്ഞിരുന്നു നമ്മൾ 4:30 മണിയാകുമ്പോൾ ബാംഗ്ലൂർ എത്തുമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ നമ്മൾ ഔട്ടർ ബാംഗ്ലൂരിലൂടെ ഹൈദരാബാദ് ഹൈവേ പിടിക്കാനുള്ള പോക്കാണ്. അപ്പോൾ കൃത്യസമയത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. 4:45 നമ്മളിവിടെ എത്തി. ഇനി ബാംഗ്ലൂർ ടൗണിൻ്റെ അവിടെ കുറച്ച് പെട്രോൾ അടിക്കണം. ബാംഗ്ലൂർ പെട്രോളിൻ്റെ പൈസ കുറവാണ്. അപ്പോൾ അവിടെ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹൈദരാബാദ് വരെ എത്താനുള്ള പെട്രോൾ എത്തും. ഹൈദരാബാദിൽ ഞാൻ ലാസ്റ്റ് ടൈം പോയപ്പോഴും പെട്രോളിൻ്റെ കോസ്റ്റ് കേരളത്തിനേക്കാളും കൂടുതലായിരുന്നു. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, പെട്രോൾ ഫുൾ അടിക്കണം, ഡീസൽ ഫുൾ അടിക്കണം, അവിടുന്ന് കുറച്ച് വെള്ളമൊക്കെ വാങ്ങിക്കണം. എന്നിട്ട് ഹൈദരാബാദ് വിശേഷമായിട്ട് കാണാം. താങ്ക് യു. നമ്മൾ പെട്ടെന്ന് പെട്രോൾ അടിക്കാൻ വിചാരിച്ച് സർവീസിൽ എടുക്കുന്നു. കുടുങ്ങിയിലെ ബാംഗ്ലൂരിലെ ട്രാഫിക് ഓക്കെ, ഒരു രക്ഷയില്ല. ഇതെല്ലാം അപ്പോൾ ഗൂഗിൾ പറഞ്ഞു റൈറ്റ് എടുക്കുക ലെഫ്റ്റ് എടുക്കുക എന്നൊക്കെ പറഞ്ഞു. അതുപോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ 50 മീറ്റർ റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ രക്ഷപ്പെടും എന്നാണ് പറയുന്നത്. നോക്കാം. ഇതാ ഇവിടെ നോക്കിയാൽ വലിയ വലിയ കമ്പനികൾ നമുക്ക് കാണാൻ കഴിയും കേട്ടോ. റൈറ്റ് സൈഡിൽ ABB കൊക്കക്കോള ഒക്കെ ഉണ്ട്. ഇത് ബാംഗ്ലൂർ ഹൈദരാബാദ് റോഡാണ്. രാത്രി മനോഹരമാണ് ഈ പാലം അല്ലേ? നല്ല രസം. നല്ല ട്രാഫിക്കായിരുന്നു. നമ്മൾ വിചാരിച്ച പോലെയൊന്നും ഹൈദരാബാദ് എത്താറായിട്ടില്ല. ബാംഗ്ലൂരിൽ നിന്ന് നമ്മൾ വിട്ടണേ ഉള്ളൂ. ഇവിടുന്ന് നേരെ ഈ നച്ച് പിടിച്ചു കഴിഞ്ഞാൽ 500 കിലോമീറ്റർ ഓടണം. എപ്പോൾ എത്തുമെന്നുള്ളത് നമ്മൾ നിങ്ങൾ അറിയിക്കും. ഒറ്റ സ്ട്രെച്ചിൽ ഹൈദരാബാദ് വരെ നമ്മൾ പോവാണ് കേട്ടോ. ഇപ്പോൾ സമയം 7:07.